ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് മകയിരം നക്ഷത്രത്തിൻ്റെ 2025 ആണ്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമേ എന്ന് പറഞ്ഞോട്ടെ, ഇത് മകയിരം നക്ഷത്രത്തിൽ പിറന്നവരുടെ പൊതുവായ ഫലമാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം. ഈ മകയിരം നക്ഷത്രക്കാർക്ക് കാലം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. എന്നാൽ ചെറിയ ചെറിയ ചില പോരായ്മകൾ കാണുന്നുമുണ്ട്. ഇതിലെടുത്ത് പറയേണ്ടത്, നിങ്ങൾ സ്വന്തം ചുമതലകളും മറ്റുള്ളവരെ ഏൽപ്പിക്കരുത്, ഒരു കാരണവശാലും ഏൽപ്പിക്കരുത്. നമ്മൾ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് പോലെ അത്ര പെർഫെക്റ്റായിട്ട് അവരത് ചെയ്യണമെന്നില്ല. അങ്ങനെ ഏൽപ്പിക്കുന്ന നിങ്ങൾക്ക് ഗുണകരമായിട്ട് മാറുന്നതല്ല, നിങ്ങൾക്കത് പ്രശ്നമാകുന്നു, തലവേദനയാകുന്നതാണ്. കുറച്ച് സമയം എടുത്താലും നിങ്ങളുടെ ജോലി നിങ്ങൾ തന്നെ ചെയ്യുക. കൃഷിക്ക് കാലം അനുകൂലമായിട്ട് കാണുന്നു. കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് വരുമാന മാർഗം കണ്ടിരിക്കുന്ന മകയിര നക്ഷത്രക്കാർക്കൊക്കെ നല്ല ആദായം ലഭിക്കുന്ന സമയമാണ്. ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങളൊന്ന് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ആഭരണങ്ങൾ വാങ്ങിയാൽ ചതിയിൽപ്പെടാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നു. പല അപവാദങ്ങളും കേൾക്കേണ്ടതായിട്ട് വരുന്നൊരു സാഹചര്യം കാണുന്നുണ്ട്. ചില മകയിര നക്ഷത്രക്കാരെ നേത്ര രോഗങ്ങൾ ശൈലം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ചിലരൊക്കെ ഭാര്യയുമായിട്ട് അകന്നു കഴിയേണ്ട സാഹചര്യം കാണുന്നുണ്ട്. ഈ ജൂൺ മാസത്തിൽ നിങ്ങളുടെ വരവും ചിലവും പൊരുത്തപ്പെട്ടു പോകാനായിട്ട് വളരെ പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ്. വരുമാനത്തേക്കാൾ കൂടുതൽ ചിലവ് ഉണ്ടാകുന്നൊരു സമയമാണ്, അല്ലെങ്കിൽ വരുമാനത്തിൽ ഗണ്യമായ കുറവ് ഉണ്ടാകുന്നൊരു സമയമാണ്. നിങ്ങൾ പ്രതികാര ബുദ്ധി ഉപേക്ഷിക്കുന്നത് നന്നായിരിക്കും. മറ്റുള്ളവരെ ഒരു റിവെഞ്ച് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങളുടെ ജീവിത വിജയത്തിന് വേണ്ടി നിങ്ങൾ അഹോരാത്രം പ്രയത്നിക്കുക, അല്ലാതെ നിങ്ങൾ പ്രതികാരത്തിന് വേണ്ടി പ്രയത്നിച്ച് വൃഥാ സമയം ചിലവഴിക്കരുത്. വിമർശനങ്ങളും ശാസനകളൊക്കെ കേൾക്കേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ് ഈ ജൂൺ മാസം. പണമിടപാടുകളിലൊക്കെ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ കഴിയാതെ വരുന്നൊരു അവസ്ഥ ഉണ്ടാകുന്നതാണ്. പിതാവിൻ്റെ സ്വത്തുക്കളിലൊക്കെ ഒരുവിധം കൈവശം വന്ന് ചേരാനുള്ള സാധ്യതയുണ്ട്. പിതാവിൻ്റെ സ്വത്തുക്കൾ, കുടുംബ സ്വത്തുക്കളൊക്കെ ഒരുവിധം കൈവശം വന്ന് ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന ഒരു സമയമാണ്. കൈവശ ഭൂമി, കൈവശം നിലവിലുള്ള ഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു സമയവും കൂടിയാണ്. ലോണൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ബാങ്ക് ലോൺ അതുപോലുള്ള റിക്കവറിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചിലരൊക്കെ മുടങ്ങിക്കിടന്ന ലോണുകളൊക്കെ ബാങ്ക് വീണ്ടും പൊടി തട്ടിയെടുത്ത് മുൻകാല ഡ്യൂസ് പിഴയോടുകൂടി നിങ്ങളെ സമീപിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുന്നത് നല്ലതാണ്. സന്താനങ്ങളുടെ തൊഴിൽ ഉന്നതി കാണുന്നുണ്ട്. നിങ്ങളുടെ സന്താനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള സമയമാണ് മകര നക്ഷത്രക്കാരുടെ. പുതിയ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കാനായിട്ടുള്ള സാധ്യതയുള്ള സമയമാണ് ഈ ജൂൺ മാസം. ജോലിയുള്ള ജീവിത പങ്കാളിയൊക്കെ ലഭിക്കുന്നൊരു സമയം കൂടിയാണ്. അപ്പോൾ വിവാഹ ചിന്തനം നടത്തുന്നവർക്ക് ഗുണകരമാണ്. അതിലും സ്ഥിര വരുമാനമുള്ള ജീവിത പങ്കാളിയെ ലഭിക്കും. എന്നാൽ ഭാര്യയുടെ കുടുംബവുമായിട്ട് യോജിച്ചു പോകാൻ നിങ്ങൾ നന്നായിട്ട് പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ്. ഭാര്യ വീട്ടുകാരുമായിട്ട് അവരുടെ ചില കുതന്ത്രങ്ങളൊക്കെ ഈ കൂടെ ഉണ്ടാകുന്നതാണ്. അല്ലെങ്കിൽ അവരുടെ ചില രീതികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, നിങ്ങൾക്കത് ദോഷമായിട്ട് ഭവിക്കുന്നതാണ്. ഇതൊക്കെ ഒഴിച്ചാൽ പൊതുവെ കാലം അനുകൂലമാണ്. നിങ്ങൾ നിങ്ങളുടെ ഗുണഫലങ്ങളുടെ മാറ്റം വർദ്ധിക്കാനും ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനുമായിട്ട് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ ക്ഷേത്രം ദർശിച്ച് ഭഗവാന് 21 ചെറുനാരങ്ങ കോർത്ത മാല സമർപ്പിക്കുക, നാരങ്ങ വിളക്ക് സമർപ്പിക്കുക, ഭസ്മം സമർപ്പിക്കുക, കർപ്പൂരം സമർപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഗുണകരമാണ്. കഴിയുമെങ്കിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ രാവിലെ നിർമ്മാല്യ ദർശനം നടത്തുക, ഭഗവാന് പാലഭിഷേകം നടത്തുന്നതും വളരെ ഉത്തമമാണ്. ഇത്രയൊക്കെ ചെയ്താൽ കാര്യങ്ങൾ ഒരുവിധം അനുകൂലമായിട്ട് മാറും. എല്ലാവർക്കും ഭഗവാന്റെ കാരുണ്യത്താൽ, കാർത്തികേയൻ്റെ കാരുണ്യത്താൽ നല്ലൊരു മാസം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.